മധ്യപ്രദേശിൽ ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി കാർബൈഡ് ഗൺ പൊട്ടിച്ച 14 കുട്ടികൾക്ക് കാഴ്ചശക്തി നഷ്ടമായി. 100-ലേറെ കുട്ടികൾ ഭോപ്പാലിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തോക്കുവിറ്റ 5 പേർ അറസ്റ്റിൽ. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. തൗഫീഖ്, ഈ ദീപാവലി ആഘോഷത്തിനിടെയാണ് ഇങ്ങനെ ഒരു വലിയൊരു അപകടമുണ്ടായത്. അവിടെ എന്താണ് സംഭവിച്ചത്? ഇത് എന്താണ് ഈ തോക്ക്? കാർബൈഡ് ഗൺ എന്നാണല്ലോ പറയുന്നത്. ഇത് എന്താണ് സംഭവം? അമൃത, ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലാണ് മധ്യപ്രദേശിൽ ഈ തോക്ക് ഉപയോഗിച്ചുകൊണ്ട് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നത്. കാർബൈഡ് ഗൺ തോക്കെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിൽ നിന്ന് ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി വിൽക്കുന്ന ഒരു പടക്കമാണ് എന്നാണ് നിലവിൽ ഇവർ അറിയിച്ചിരിക്കുന്നത്. ഇതുപയോഗിച്ച് ദീപാവലി ആഘോഷിച്ച 14 കുട്ടികളുടെ കാഴ്ചശക്തിയാണ് നഷ്ടമായിരിക്കുന്നത്. 100-ലേറെ കുട്ടികൾ ഭോപ്പാലിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഭോപ്പാൽ കൂടാതെ ഇൻഡോർ, ജബൽപൂർ, ഗോളിയോർ തുടങ്ങിയ ഇടങ്ങളിലെ കണ്ണാശുപത്രികളിലും നിരവധി കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ചികിത്സ തേടിയതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഗൺ പുറന്തള്ളുന്ന വാതകം കണ്ണിന്റെ റെറ്റിനയെ കരിയിച്ചു കളയുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അത്തരത്തിൽ കണ്ണിന്റെ റെറ്റിനയെ ബാധിച്ച കുട്ടികളുടെ കാഴ്ചശക്തികളാണ് നഷ്ടമായിരിക്കുന്നത്. ചില മുതിർന്ന സാധനങ്ങൾ വിൽക്കാൻ പാടുണ്ടോ തൗഫീഖ്? അമൃത, ഇത് നേരത്തെ തന്നെ സർക്കാർ നിരോധിച്ച ഒരു ഉൽപ്പന്നമാണ്, ഒരു പടക്കമാണ്. ഇത് ഉപയോഗിക്കരുതെന്ന് നേരത്തെ തന്നെ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇത് മറികടന്നുകൊണ്ട് ചില ആളുകൾ ഈ ഉൽപ്പന്നം ഈ ദീപാവലിക്ക് വിൽക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചില റീലുകൾ ഈ കുട്ടികൾ ഉൾപ്പെടെ കണ്ടിരുന്നു, ഇത് ഉപയോഗിക്കുന്ന രീതികളെല്ലാം. അതുകൊണ്ട് തന്നെ കുട്ടികൾ നിർബന്ധിപ്പിച്ച് രക്ഷിതാക്കളെ കൊണ്ട് ഇത് വാങ്ങിച്ചു എന്നാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇത് മാർക്കറ്റിൽ എത്തിച്ച് വിറ്റ ആളുകൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. 5 ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ ആളുകൾക്ക് ഇത് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം നിരോധനമുള്ള ഒരു വസ്തുവാണ് ദീപാവലിക്ക് വിപണിയിലെത്തിച്ച് വിൽപ്പന നടത്തിയത്. അതുകൊണ്ട് ഇതിനെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്.